പിൻവലിക്കാൻ ലോബിയിങ് കമ്പനികളെ ചുമതലപ്പെടുത്തി ഇന്ത്യൻ കയറ്റുമതിക്ക് മേൽ അമേരിക്ക ഏർപ്പെടുത്തിയ 50% താരിഫ് നാളെ മുതൽ പ്രാബല്യത്തിൽ വരുന്നതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യാപാര ബന്ധം കടുത്ത വെല്ലുവിളികളെ നേരിടുകയാണ്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ശിക്ഷയായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ച 25% അധിക തീരുവയാണ് നിലവിലുള്ള 25% താരിഫിന് പുറമെ ഇന്ത്യക്ക് മേൽ 50% തീരുവയാക്കി ഉയർത്തിയത്. ഈ തീരുമാനം ഇന്ത്യൻ വ്യവസായ മേഖലയിൽ വലിയ പ്രകമ്പനങ്ങളാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. എന്നിട്ടും ട്രംപ് തന്റെ തീരുമാനം പിൻവലിക്കുമെന്ന നേരിയ പ്രതീക്ഷയിലാണ് ഇന്ത്യൻ വ്യവസായികൾ. അതേസമയം ട്രംപ് ഭരണകൂടത്തെ സ്വാധീനിച്ച് അധിക തീരുവ പിൻവലിപ്പിക്കാൻ ഇന്ത്യൻ എംബസി വാഷിംഗ്ടണിൽ മുൻപ് ട്രംപ് ഉപദേശകരുടെ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന 2 സ്വകാര്യ ലോബിയിങ് കമ്പനികളെ ചുമതലപ്പെടുത്തി കഴിഞ്ഞു. ഈ കമ്പനികളുമായി $1.8 മില്യൺ വാർഷിക കരാറും പ്രതിമാസം $75,000 3 മാസത്തെ കരാറുമാണ് ഇന്ത്യ ഒപ്പുവച്ചിരിക്കുന്നത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ അമേരിക്ക ഫസ്റ്റ് വ്യാപാര നയത്തിന്റെ ഭാഗമായാണ് ഈ താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. റഷ്യ-യുക്രൈൻ യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ റഷ്യൻ എണ്ണ വാങ്ങുന്നത് റഷ്യയുടെ യുദ്ധശ്രമങ്ങൾക്ക് സഹായകരമാകുമെന്നാണ് അമേരിക്കയുടെ നിലപാട്. എന്നാൽ ഇന്ത്യ ഈ ആരോപണങ്ങളെ ശക്തമായി തള്ളിക്കളഞ്ഞു. ഊർജ്ജ സുരക്ഷതയും രാജ്യത്തിന്റെ താല്പര്യങ്ങളുമാണ് തങ്ങളുടെ തീരുമാനങ്ങൾക്ക് പിന്നിലെന്ന് ഇന്ത്യ ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. കുറഞ്ഞ വിലയ്ക്ക് ആര് എണ്ണ നൽകിയാലും വാങ്ങുമെന്ന് റഷ്യയിലെ ഇന്ത്യൻ അംബാസിഡർ വിനയ് കുമാർ പ്രസ്താവിച്ചു. വിപണിയിലെ സാഹചര്യങ്ങളാണ് ഇക്കാര്യത്തിൽ ഇന്ത്യ കണക്കിലെടുക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. തീരുവയുടെ വിഷയത്തിൽ ആരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങില്ലെന്ന് പ്രധാനമന്ത്രിയും ഇന്നലെ വ്യക്തമാക്കിയിരുന്നു. ഇത് ഇന്ത്യയുടെ തന്ത്രപരമായ സ്വയംഭരണം ഉയർത്തിപ്പിടിക്കാനുള്ള നിലപാടാണ്. 50% തീരുവ പ്രാബല്യത്തിൽ വരുന്നതോടെ ഇന്ത്യൻ കയറ്റുമതി മേഖലയ്ക്ക് വലിയ തിരിച്ചടിയാകും. ടെക്സ്റ്റൈൽസ്, തുകൽ ഉൽപ്പന്നങ്ങൾ, ആഭരണങ്ങൾ, കരകൗശല വസ്തുക്കൾ തുടങ്ങി നിരവധി മേഖലകളെ ഇത് സാരമായി ബാധിക്കും. ഉദാഹരണത്തിന് $100 ഒരു ഉൽപ്പന്നത്തിന് അമേരിക്കൻ വിപണിയിൽ $50 അധിക തീരുവ നൽകേണ്ടി വരുമ്പോൾ അത് ഉൽപ്പന്നത്തിന്റെ വില വർദ്ധിപ്പിക്കുകയും മത്സരക്ഷമത കുറയ്ക്കുകയും ചെയ്യും. ഇത് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് അമേരിക്കൻ വിപണിയിൽ പിടിച്ചു നിൽക്കാൻ പ്രയാസമുണ്ടാക്കും. ചെറുകിട ഇടത്തരം സംരംഭങ്ങളെയാണ് ഈ താരിഫ് ഏറ്റവും കൂടുതൽ ബാധിക്കുക. ഇത് ലക്ഷക്കണക്കിന് ആളുകളുടെ തൊഴിലിന് ആശങ്കയിലാഴ്ത്തുകയും ചെയ്യും. അമേരിക്കൻ അധികാരികളെ സ്വാധീനിച്ച് ഈ അധിക തീരുവ പിൻവലിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇന്ത്യ ലോബിയിങ് സ്ഥാപനങ്ങളെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. വാഷിംഗ്ടണിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ ലോബിയിങ് സ്ഥാപനങ്ങൾക്ക് വലിയ പങ്കുണ്ട്. ട്രംപ് ഉപദേശകരുടെ നേതൃത്വത്തിലുള്ള ഈ സ്ഥാപനങ്ങൾക്ക് ട്രംപ് ഭരണകൂടത്തിൽ കാര്യമായ സ്വാധീനം ഉണ്ടാകുമെന്നാണ് ഇന്ത്യ പ്രതീക്ഷിക്കുന്നത്. നയതന്ത്രപരമായ ചർച്ചകളും ലോബിയിങ് ശ്രമങ്ങളും ഒരുമിച്ച് കൊണ്ടുപോകാനാണ് ഇന്ത്യയുടെ ശ്രമം. ഇന്ത്യയുടെ ഈ തീരുമാനം ട്രംപിന്റെ ഭരണകൂടത്തിൽ നിന്ന് ഒരു അയവ് പ്രതീക്ഷിക്കുന്നു എന്നതിന്റെ സൂചന കൂടിയാണ്. അമേരിക്കയുടെ ഈ നീക്കം ആഗോള വ്യാപാരത്തിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കാനും സാധ്യതയുണ്ട്. ഇതിനു മുമ്പ് ഡ്യൂട്ടി ഫ്രീ ഇളവ് നിർത്തലാക്കിയത് ആഗോള തപാൽ സേവനങ്ങളെയും ഇ-കൊമേഴ്സ് മേഖലയിലും സാരമായി ബാധിച്ചിരുന്നു. ഇപ്പോൾ ഇന്ത്യക്കെതിരെ ഏർപ്പെടുത്തിയിരിക്കുന്ന ഈ അധിക തീരുവ അമേരിക്കയുടെ ഏകപക്ഷീയമായ വ്യാപാര നയങ്ങളോടുള്ള മറ്റ് രാജ്യങ്ങളുടെ എതിർപ്പുകൾ വർദ്ധിപ്പിക്കും. ഇത് ലോക വ്യാപാര സംഘടനയുടെ നിയമങ്ങൾക്ക് വിരുദ്ധമാണെന്ന വാദവും ഉയരാൻ സാധ്യതയുണ്ട്. ആഗോള വിതരണ മേഖലകളിൽ ഇത് കൂടുതൽ അനിശ്ചിതത്വം സൃഷ്ടിക്കുകയും ചെയ്യും. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ തന്ത്രപരമായ പങ്കാളിത്തമുണ്ട്. എന്നാൽ വ്യാപാര വിഷയങ്ങളിലെ ഈ അഭിപ്രായ വ്യത്യാസങ്ങൾ ബന്ധത്തിൽ വിള്ളലുണ്ടാക്കാനും സാധ്യതയുണ്ട്. റഷ്യൻ എണ്ണ ഇറക്കുമതിയിലെ ഇന്ത്യയുടെ നിലപാട്, അമേരിക്കയുടെ സമ്മർദ്ദ തന്ത്രങ്ങൾ, ഇതിനെതിരായ ഇന്ത്യയുടെ ശക്തമായ പ്രതിരോധം എന്നിവയെല്ലാം ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഭാവി ബന്ധത്തെ എങ്ങനെ സ്വാധീനിക്കുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. നയതന്ത്രപരമായ ചർച്ചകളിലൂടെയും പരസ്പര ധാരണകളിലൂടെയും ഈ പ്രതിസന്ധിക്ക് ഒരു പരിഹാരം കണ്ടെത്താൻ കഴിയുമോ എന്നാണ് ഇനി ഉറ്റുനോക്കുന്നത്. ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ വ്യവസായ മേഖലയ്ക്ക് ആശ്വാസം നൽകുന്ന ഒരു തീരുമാനം അമേരിക്കയിൽ നിന്ന് ഉണ്ടാകുമോ എന്ന് കാത്തിരുന്ന് കാണേണ്ടിയിരിക്കുന്നു.